ഹലോ ഫ്രണ്ട്സ്, തിരുവോണ ദിനമായിട്ട് എനിക്ക് കിട്ടിയ സഹായങ്ങളുടെ ഒരു വലിയ കഥയാണ്. രാവിലെ 8 മണി. രഞ്ജിത്തേട്ടനും പിള്ളേരും എന്നെ പിക്ക് ചെയ്യാമെന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ മദ്രസയിലെ പിള്ളേരുടെ നബിദിന പരിപാടി. അവിടെ നിന്ന് രണ്ടാമത്തെ സഹായവും ലഭിച്ചു, പാൽസഭ. ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് രഞ്ജിത്തേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ്. പോകുന്ന വഴിക്കുള്ള വാട്ടർ മെട്രോ അല്ല, റോഡ് തന്നെയാണ്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ചേച്ചിയുടെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതൊരു സഹായം. വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ എന്നെ രഞ്ജിത്തേട്ടൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലാക്കി വീണ്ടും സഹായിച്ചു. അങ്ങനെ പുള്ളിക്കാരനോടുള്ള യാത്രയും പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഓണമായതുകൊണ്ട് ആരുമില്ല. അങ്ങനെ നാട്ടുകാരും എന്നെ സഹായിച്ചു. കൃത്യസമയം പാലിച്ച് റെയിൽവേയും എന്നെ സഹായിച്ചു. വിൻഡോ സീറ്റ് തന്ന് യാത്രക്കാരും എന്നെ സഹായിച്ചു. അങ്ങനെ വിൻഡോ സീറ്റൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഹൂ കെയർ ആണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്തില്ല. കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ IRTC-കാരും എന്നെ സഹായിച്ചു. കാരണം ഒരു വിളിപ്പാടകയിൽ അവരുണ്ടായിരുന്നു, എന്തിനും ഏതിനും. അങ്ങനെ ഞാനും ഒരു സഹായം ചെയ്തു. കഴിഞ്ഞ യാത്രയിൽ ഞാൻ ഈ ചേട്ടനെ ശ്രദ്ധിച്ചായിരുന്നു. ലോട്ടറി വയ്ക്കുന്ന ചേട്ടനാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ലോട്ടറി എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ലോട്ടറി എടുത്ത് ചേട്ടനെ സഹായിച്ചു. 1ാം സമ്മാനം അടിച്ചാൽ നിങ്ങളെല്ലാവരെയും ഞാൻ സഹായിക്കും. അല്ല പിന്നെ എനിക്ക് കിട്ടിയത് റെയിൽവേയിലെ വല്ലാത്തൊരു സഹായമാണ്. കാരണം സീറ്റിന് അവിടെയൊന്നും ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പില്ല. അത് പോകണമെങ്കിൽ കമ്പാർട്ട്മെൻറ്റിൽ ലാസ്റ്റ് പോകണം. അത് വല്ലാത്തൊരു സഹായമായിരുന്നു. ഇങ്ങനെ ആരെയും സഹായിക്കരുതേ എന്ന് ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നല്ല ക്ലൈമറ്റ് എന്ന് ദൈവവിനെ സഹായിച്ചു. ഞാൻ ഫുൾ ടൈം ഉറക്കമായിരുന്നു, അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും കിട്ടിയില്ല. ഏകദേശം 10 മണിയായപ്പോൾ തിരുവനന്തപുരത്തെത്തി. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം. ആഹാ, അന്തസ്. തിരുവനന്തപുരമാണ് പപ്പനാവിന്റെ മണ്ണാണ്. പിള്ളേരെടുത്ത് ഉടുത്ത് കളയട്ടെ. ഓണമായതുകൊണ്ട് KSRTC കാണില്ല എന്ന് നന്നായിട്ട് അറിയാം. ഇരുന്നാലും നമുക്കിട്ട് തമിഴ്നാട് ബസ് എടുക്കും. തിരക്കുണ്ടായിരുന്ന തമിഴ്നാട് ബസ്സിൽ കണ്ടക്ടർ എന്നെ സഹായിച്ചു. ഇന്ത്യ ബസ് ലോക്കൽ സ്റ്റോപ്പിൽ നിർത്താതെ അങ്ങനെ ഒരു ചേട്ടൻ ഇറങ്ങിപ്പോയി. ആ സീറ്റ് കിട്ടി. ആഹാ, അണ്ണന്റെ ഡ്രൈവിംഗ് സ്കിൽ കൊണ്ട് 10:30 നമ്മൾ നെയ്യാറ്റിങ്കര പിടിച്ചു. നെയ്യാറ്റിങ്കര ബസ് ഇറങ്ങി അളിയനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ചെറിയൊരു ആക്സിഡന്റ്. ഓണമൊക്കെ അല്ലേ. അങ്ങനെ അളിയൻ വന്നു. അളിയൻ വന്നത് നന്നായി. ഒരു പ്രത്യേക സ്വഭാവ. അവൻ നേരെ എന്നെ പിക്ക് ചെയ്തു. അവനൊരു സഹായം ചെയ്തു. നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ നാട്ടിൽ അത്തമൊക്കെ കണ്ട്, നമ്മുടെ നാട്ടിൽ 2 അത്തമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തമൊക്കെ കണ്ട് ഇതൊക്കെ എന്ത്. അപ്പോഴാണ് അപ്പൻ്റെ വക വലിയൊരു സഹായം. ഇതിൽ നിന്ന് ഞാൻ മേടിക്കാൻ വേണ്ടി കണ്ടുവച്ചിരുന്ന ലവ് ബേഡ്സ് പപ്പ മേടിച്ച് വെച്ചേക്കും. പിന്നെ എൻ്റെ ഫൈറ്റർ കുഞ്ഞിനെയൊക്കെ നോക്കി. ഫൈറ്റർ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ റിയൽ ഫൈറ്റർ കയറി വന്നു. അവർക്ക് എന്നെ കണ്ടപ്പോഴും ആഹാ എന്താ സന്തോഷം, ഇനി അടികൂടെ ആളായല്ലോ. അങ്ങനെ ഇതിലെ നോക്കിയപ്പോൾ ഇതിൽ നല്ല ഉറക്കം. അങ്ങനെ കുളിയും ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് കയറിക്കിടന്നു. കുറേ ദിവസം മാറി നിന്നിട്ട് സ്വന്തം ബെഡിൽ വന്ന് കിടക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, എൻ്റെ മാമ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ സഹായങ്ങളെല്ലാം കഴിഞ്ഞതേക്ക് ഓക്കെ ബൈ. നീ എന്തൊക്കെ പന്നി.